Hello dears, welcome to the class. Today we are going to discuss about our third unit, water and soil. ജലവും മണ്ണും. Okay, let's start our class. Kutten and friends started their game, and then came the rain drizzling. The sky darkened and lightning flashed. Kutten and friends ran to their homes. Little rain, fresh rain, pitter patter sounds, then it became mighty rain. The rain stopped and the clouds vanished. The soil cooled and flowers bloomed. Kutten joined his friends to play and had enough fun. തകതിമിതോം. കുട്ടനും കൂട്ടുകാരും കളിക്കാൻ തുടങ്ങി. പെട്ടെന്നയ്യാ ചെറുമഴ ചാറി. മാനമിരുണ്ടു. വെള്ളിടി പാറി. കുട്ടനും കൂട്ടുകാരും വീട്ടിലേക്ക് ഓടി. ചെറുമഴ, പുതുമഴ, കലപില മേളം. ആ മഴ പിന്നെ പെരുമഴയായി. പെരുമഴ മാറി കാർമുകിൽ നീങ്ങി. മണ്ണ് കുളിർത്തു, പൂക്കൾ ചിരിച്ചു. കുട്ടൻ കൂട്ടുകാർക്കൊപ്പം കൂടി ആർത്ത് തിമിർത്തു. എങ്ങനെയാണ്? തകതിമിതോം. Watching raindrops falling on my leaves and scattering is a fun indeed. ഒരു മരം പറയുന്നതാണ്. എന്താണ്? മഴത്തുള്ളികൾ എൻ്റെ ഇലകളിൽ തട്ടി ചിന്നിത്തെറിക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു. I did not get wet in the rain because I was in this hole of the tree. It's very cold out here. ഒരു പാരറ്റ് പറയുന്നതാണ്. തത്തമ്മ പറയുന്നത് ഞാൻ ഈ പൊത്തിലായതുകൊണ്ട് മഴ നനഞ്ഞില്ല, പക്ഷെ നല്ല തണുപ്പ് എന്നാണ്. The soil is wet and drenched. I will now have new shoots coming. അതുപോലെ തന്നെ ചെടി എന്താണ് പറയുന്നത്? മണ്ണ് നനഞ്ഞു കുതിർന്നു, എനിക്കിനി പുതുനാമ്പുകൾ വളർന്നു വരും എന്നാണ്. What are the changes happen in our surroundings after the rain? Write them in your environmental science diary. Does it rain all the time in your locality? In which months do we get rain? See the newspaper headlines about the rainfall in the month of June in Kerala. മഴ കഴിഞ്ഞാൽ എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ പരിസരത്തുണ്ടാവുക? അതുപോലെ തന്നെ നിങ്ങളുടെ പ്രദേശത്ത് എല്ലാ കാലത്തും മഴ ലഭിക്കാറുണ്ടോ? ഏതൊക്കെ മാസങ്ങളിലാണ് മഴ ലഭിക്കുന്നത്? കേരളത്തിൽ കഴിഞ്ഞ ജൂണിൽ പെയ്ത മഴ സംബന്ധിച്ച വാർത്തകളുടെ തലക്കെട്ടുകൾ നോക്കൂ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യത്തിനും ഉത്തരം എഴുതാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ, ചേഞ്ചസ് ഇൻ അവർ സറൗണ്ടിങ്സ് ആഫ്റ്റർ റെയിൻ. മഴ പെയ്ത ശേഷം നമ്മുടെ സറൗണ്ടിങ്സിലുണ്ടാവുന്ന ചേഞ്ചസ്. പ്ലാന്റ്സ് ലുക്ക് ഗ്രീൻ ആൻഡ് ഹാപ്പി. ചെടികൾ പച്ചപ്പോടെയും സന്തോഷത്തോടെയും കാണപ്പെടുന്നു. ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ബ്ലൂം. ഭംഗിയുള്ള പൂക്കൾ വിരിയുന്നു. ലിറ്റിൽ പഡൽസ് ഫോം ഓൺ ദ ഗ്രൗണ്ട്. ചെറിയ കുഴികൾ രൂപപ്പെടുന്നു. ദ എയർ ഫീൽസ് വെരി കൂൾ. എയറിന് തണുപ്പ് അനുഭവപ്പെടുന്നു. ദ ഡ്രൈ ഡസ്റ്റ് ഗോസ് എവേ. പൊടിപടലങ്ങൾ പോകുന്നു. ഫ്രോഗ്സ് സ്റ്റാർട്ട് ടു ക്രോക്ക്. തവളകൾ കരയുന്നു. എർത്ത് വോംസ് കം ഔട്ട് ഓഫ് ദ സോയിൽ. എർത്ത് വോംസ് മണ്ണിരകൾ മണ്ണിന് പുറത്തേക്ക് വരുന്നു. എ ലവ്ലി സ്മെൽ കംസ് ഫ്രം ദ വെറ്റ് മഡ്. നനഞ്ഞ മണ്ണിൽ നിന്ന് നല്ലൊരു മണം വരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡസ് ഇറ്റ് റെയിൻ ഓൾ ദ ടൈം ഇൻ യുവർ ലൊക്കാലിറ്റി എന്നായിരുന്നു. എല്ലാ സമയവും നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ മഴ പെയ്യുമോ? നോ, ഇറ്റ് ഡസ് നോട്ട് റെയിൻ ഓൾ ദ ടൈം. എപ്പോഴും മഴ പെയ്യില്ല. മന്ത്സ് വി ഗെറ്റ് റെയിൻ. നമുക്ക് മഴ കിട്ടുന്നത് ജൂൺ ടു നവംബർ. ജൂൺ ടു സെപ്റ്റംബർ മെയിൻ മൺസൂണും ഒക്ടോബർ ടു നവംബർ സെക്കൻഡ് മൺസൂണുമാണ്. അതർ മൺസ് ആർ സണ്ണി. ബാക്കിയുള്ളത് വേനൽക്കാലമാണ്. ന്യൂസ് പേപ്പറിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? ആദ്യത്തേത് നോക്കൂ. ഹെവി റെയിൻഫോൾ ഇൻ കോഴിക്കോട് ഡിസ്ട്രിക്റ്റ്. കനത്ത മഴയാണ് കോഴിക്കോട് ജില്ലയിൽ. സിവിയർ ഡിക്രീസ് ഇൻ റെയിൻഫോൾ ഇൻ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ്. തിരുവനന്തപുരം ജില്ലയിൽ മഴയിൽ വൻ കുറവ്. ഇതൊക്കെയാണ് ന്യൂസ് പേപ്പറിൽ ഉള്ളത്. ഹൗ ഡു വി ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസ് ഇൻ ദ എമൗണ്ട് ഓഫ് റെയിൻഫോൾ? ക്യാൻ വി മെഷർ ദ റെയിൻഫോൾ? We can see water in the empty vessels placed in the courtyard after the rainfall. The water in the vessel indicates the amount of the rainfall. Can we measure the water? Shall we make an instrument to measure rainfall? മഴയുടെ അളവിലുള്ള വ്യത്യാസം എങ്ങനെയാവും കണ്ടെത്തിയത്? മഴ അളക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മുറ്റത്ത് വെച്ചിരിക്കുന്ന ഒഴിഞ്ഞ പാത്രങ്ങളിൽ മഴ പെയ്തു കഴിയുമ്പോൾ വെള്ളം കാണാം. പെയ്ത മഴയുടെ അളവിൻ്റെ സൂചനയാണ് പാത്രത്തിലെ വെള്ളം നൽകുന്നത്. ഈ വെള്ളം അളക്കാൻ സാധിക്കുമോ?
മഴ അളക്കാനുള്ള ഒരു ഉപകരണം നമുക്ക് നിർമ്മിച്ചാലോ? How do we find out the difference in the amount of rainfall? Can we measure the rainfall? നമുക്ക് റെയിൻഫോൾ അളക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണത് അളക്കേണ്ടതും എന്നും ചോദിച്ചിട്ടുണ്ട്. യെസ്, വി ക്യാൻ മെഷർ ദ റെയിൻഫോൾ. നമുക്ക് മഴ അളക്കാൻ കഴിയും. ഹൗ വി മെഷർ ഇറ്റ്? എങ്ങനെ? യൂസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് കോൾഡ് എ റെയിൻ ഗേജ്. ഒരു ഇൻസ്ട്രുമെൻ്റാണ് റെയിൻ ഗേജ്. മെഷർ ദ കളക്റ്റഡ് വാട്ടർ ലെവൽ ഇൻ മില്ലിമീറ്റേഴ്സ്. മില്ലിമീറ്ററിലാണ് അളക്കുക. കമ്പയർ ദ ഡെയിലി ഓർ മന്ത്ലി വാട്ടർ ലെവൽസ്. എന്നിട്ടത് ദിവസേനയുള്ളതോ അല്ലെങ്കിൽ മാസത്തിലോ ഉള്ള മഴയുമായി കമ്പയർ ചെയ്യും. ഹയർ വാട്ടർ ലെവൽ മീൻസ് മോർ റെയിൻഫോൾ. നല്ല ഉയർന്ന വാട്ടർ ലെവലാണെങ്കിൽ അതിനർത്ഥം വളരെയധികം മഴ കിട്ടി എന്നാണ്. റെയിൻ ഗേജ്. ദ റെയിൻ ഗേജ് ഈസ് എ സിമ്പിൾ ഇൻസ്ട്രുമെൻറ്റ് ടു മെഷർ റെയിൻഫോൾ. ഹൗ ക്യാൻ വി മേക്ക് ദിസ്? മഴ അളക്കുന്നതിനുള്ള ഒരു ഉപകരണമാണ് റെയിൻ ഗേജ് എന്ന് പറയുന്നത്. മഴ മാപിനി എന്ന് മലയാളത്തിൽ പറയും. എങ്ങനെയാണ് ഇതുണ്ടാക്കുക? മെറ്റീരിയൽസ് നീഡഡ്: ഗ്ലാസ് ബോട്ടിൽ, ഫണൽ, സ്കെയിൽ. ഹൗ ടു മേക്ക്? ആവശ്യമായ സാധനങ്ങൾ: ചില്ലുകുപ്പി വേണം, അതുപോലെ തന്നെ ഒരു ഫണൽ വേണം, സ്കെയിൽ വേണം. ഹൗ ടു മേക്ക്? ഫിക്സ് ദ സ്കെയിൽ ടു ദ ഗ്ലാസ് ബോട്ടിൽ ആസ് ഷോൺ ഇൻ ദ പിക്ചർ. Place the funnel on top of the glass bottle. Fix the bottle in an open space outside. Note down the water level at fixed intervals. എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? ചില്ലുകുപ്പിയിൽ ഒരു സ്കെയിൽ ചിത്രത്തിലേതുപോലെ ചേർത്ത് ഉറപ്പിച്ചു വയ്ക്കുക. ചില്ലുകുപ്പിയുടെ മുകളിൽ ഫണൽ വയ്ക്കുക. കുപ്പി തുറസായ സ്ഥലത്ത് ഉറപ്പിച്ചു വയ്ക്കുക. എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയത്ത് ജലനിരപ്പ് രേഖപ്പെടുത്തുക. Make a rain gauge with the help of your friends and measure the rainfall each day and complete the table below. നിങ്ങളുടെ കൂട്ടുകാരോടൊത്ത് ഒരു റെയിൻ ഗേജ് തയ്യാറാക്കി താഴെ തന്നിരിക്കുന്ന ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡേറ്റ്, റെയിൻഫോൾ, റിസീവ്ഡ്. ഓരോ ദിവസത്തെയും ഡേറ്റ് എഴുതണം. അതുപോലെ തന്നെ അന്ന് ലഭിച്ച മഴയുടെ വിവരങ്ങളും അതിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ഇതുപോലെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓഗസ്റ്റ് 10 മുതൽ ഓഗസ്റ്റ് 17 വരെയാണ് എഴുതിയിരിക്കുന്നത്. ഓഗസ്റ്റ് 10 5 മില്ലിമീറ്റർ, ഓഗസ്റ്റ് 11 0, ഓഗസ്റ്റ് 12 ഓഗസ്റ്റ് 13 3, ഓഗസ്റ്റ് 14 0, ഓഗസ്റ്റ് 15 0, ഓഗസ്റ്റ് 16 8, ഓഗസ്റ്റ് 17 15 മില്ലിമീറ്റർ. കൂടുതൽ മഴ ലഭിച്ചത് ഓഗസ്റ്റ് 17-നാണ്, 15 മില്ലിമീറ്റർ. കുറവ് മഴ ലഭിച്ചത് ഓഗസ്റ്റ് 11, അതുപോലെ തന്നെ ഓഗസ്റ്റ് 14, ഓഗസ്റ്റ് 15 0 മില്ലിമീറ്റർ. Remember to note down the amount of rainfall received each day on the class bulletin board. Which day has the highest rainfall? Which day has the lowest rainfall? Is there a day that did not receive rain at all? ഓരോ ദിവസവും ലഭിച്ച മഴയുടെ അളവ് ക്ലാസ് മുറിയിലെ ബുള്ളറ്റിൻ ബോർഡിൽ രേഖപ്പെടുത്തണം. ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഏത് ദിവസമാണ്? അതുപോലെ തന്നെ ഏറ്റവും കുറവ് ലഭിച്ചതോ? ഇനി തീരെ മഴ ലഭിക്കാത്ത ദിവസമുണ്ടോ? ഇതെല്ലാം രേഖപ്പെടുത്തണം. എ റെയിൻ ഗേജ് ഫോർ മീ. മേക്ക് എ റെയിൻ ഗേജ് അറ്റ് ഹോം. റൈറ്റ് ദ എമൗണ്ട് ഓഫ് റെയിൻഫോൾ റിസീവ്ഡ് ഈച്ച് ഡേ ഇൻ യുവർ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. പ്രസൻറ്റ് യുവർ ഫൈൻഡിങ്സ്. എനിക്കും ഒരു മഴമാപിനി. ഒരു മഴമാപിനി വീട്ടിൽ തയ്യാറാക്കൂ. ഓരോ ദിവസവും ലഭിച്ച മഴയുടെ അളവ് എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. വേർ ഡസ് ദ റെയിൻ വാട്ടർ ഗോ ആഫ്റ്റർ ദ റെയിൻഫോൾ? ലെറ്റ് us ഡു ആൻ ആക്ടിവിറ്റി. അപ്പോൾ മഴ പെയ്തതിന് ശേഷം ആ വെള്ളം എങ്ങോട്ടാണ് പോകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ഒരു ആക്ടിവിറ്റി ചെയ്യാം. പിക്ചർ 1. ഫിൽ ഡ്രൈ സോയിൽ ഇൻ പ്ലാസ്റ്റിക് ബോട്ടിൽ. മേക്ക് എ ഹോൾ അറ്റ് ദ ബോട്ടം ഓഫ് ഇറ്റ്. പിക്ചർ 2-ൽ കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? പ്ലാസ്റ്റിക് ബോട്ടിൽ, വാട്ടർ, നീഡിൽ. യൂസ് ദ ഒബ്ജക്ട്സ് ഇൻ പിക്ചർ 2 ടു ഗെറ്റ് റെയിൻ ഇൻ ടു ദ സോയിൽ ഇൻ ദ ബോട്ടിൽ ഓഫ് പിക്ചർ 1. വാട്ട് ഹാപ്പൻസ് ടു ദ വാട്ടർ വെൻ ഇറ്റ് ടച്ചസ് ദ സോയിൽ? പ്രസൻറ്റ് യുവർ ഫൈൻഡിങ്സ്. റൈറ്റ് ദം ഇൻ യുവർ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. ഡ്രോ പിക്ചേഴ്സ് 2. അപ്പോൾ നമ്മൾ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ പിക്ചർ 1-ൽ തന്നിരിക്കുന്നത് ഉണങ്ങിയ മണ്ണ് നിറച്ച് അടിഭാഗത്ത് ഒരു വശത്ത് ദ്വാരമിട്ട പ്ലാസ്റ്റിക് കുപ്പിയാണ്. രണ്ടാമത്തെ ചിത്രത്തിൽ തന്നിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് കുപ്പിയുണ്ട്, വെള്ളമുണ്ട്, സൂചിയുണ്ട്. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ചിത്രം 2-ലെ വസ്തുക്കൾ ഉപയോഗിച്ച് ചിത്രം 1-ലെ പാത്രത്തിലെ മണ്ണിലേക്ക് മഴ പെയ്യിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മണ്ണിൽ വീണ വെള്ളത്തിന് എന്ത് സംഭവിച്ചു?
കണ്ടെത്തലുകൾ അവതരിപ്പിക്കുകയും നിങ്ങളുടെ പരിസര പഠന പുസ്തകത്തിൽ എഴുതുകയും വേണം. അതുപോലെ തന്നെ ചിത്രവും വരച്ചു ചേർക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ട് ഹാപ്പൻസ് ടു ദ വാട്ടർ വെൻ ഇറ്റ് ടച്ചസ് ദ സോയിൽ? മണ്ണിനെ തൊടുമ്പോൾ വെള്ളത്തിന് എന്താണ് സംഭവിക്കുന്നത്? സോയിൽ അബ്സോർബ്സ് വാട്ടർ. ഡ്രൈ സോയിൽ ഡ്രിങ്ക്സ് ദ വാട്ടർ ക്വിക്ക്ലി. ആ സോയിൽ ഈ വെള്ളം കുടിക്കുന്നു. വാട്ടർ മൂവ്സ് ഡൗൺ. ദ വാട്ടർ ട്രാവൽസ് ഡൗൺവേർഡ് സ്ലോലി. വെള്ളം പതുക്കെ താഴേക്ക് ഇറങ്ങുന്നു. വാട്ടർ ഡ്രിപ്സ് ഔട്ട്. എക്സസ് വാട്ടർ ലീക്സ് ഫ്രം ദ ബോട്ടം ഹോൾ. കൂടുതലായി വരുന്ന വെള്ളം ആ ഒരു ബോട്ടിലിൻ്റെ ഹോളിലൂടെ താഴേക്ക് പോകുന്നു. സമ്മറി. സോയിൽ അബ്സോർബ്സ് റെയിൻ ടു മേക്ക് ക്ലീൻ ഗ്രൗണ്ട് വാട്ടർ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് മണ്ണ് മഴവെള്ളത്തിനെ പിടിച്ചെടുത്ത് ക്ലീൻ ആയിട്ടുള്ള ഗ്രൗണ്ട് വാട്ടറാക്കി മാറ്റുന്നു. വാട്ടർ സോഴ്സസ്. ദ വെൽ ഇൻ മൈ ഹൗസ് ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ. ഒരു പെൺകുട്ടി പറയുകയാണ്, എൻ്റെ വീട്ടിലെ കിണർ വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇൻ മൈ ഹൗസ് ദർ ഈസ് എ ബോർവെൽ. വി കനോട്ട് സീ ദ വാട്ടർ ലെവൽ ഇൻ ഇറ്റ്. അപ്പോൾ മറ്റൊരു കുട്ടി പറയുകയാണ്, എൻ്റെ വീട്ടിലുള്ളത് ബോർവെല്ലാണ്, പക്ഷെ അതിൻ്റെ വാട്ടർ ലെവൽ ഞങ്ങൾക്ക് അറിയാൻ കഴിയില്ല, കാരണം അത് താഴെയാണ് അല്ലേ. മറ്റൊരു കുട്ടി, ദ പോണ്ട് ഇൻ അവർ ഫാം ലാൻഡ് ഗിവ്സ് അസ് വാട്ടർ നീഡർ ഫോർ ഫാമിംഗ് ആൻഡ് ഫോർ ഹൗസ് ഹോൾഡ് പർപ്പസ്. അപ്പോൾ ആ കുട്ടിയുടെ വീട്ടിലുള്ളത് ഒരു കുളമാണ്. കൃഷിക്കും അതുപോലെ തന്നെ വീട്ടാവശ്യത്തിനുമൊക്കെ വെള്ളമെടുക്കുന്നത് അതിൽ നിന്നാണ്. വേർ ഡു യു ഗെറ്റ് വാട്ടർ ഫോർ യുവർ ഹോംസ്? റൈറ്റ് ഡൗൺ. നിങ്ങളുടെ വീട്ടിലേക്ക് എവിടെ നിന്നാണ് വെള്ളം കിട്ടുന്നത്? മെയിൻ സോഴ്സസ് ഓഫ് ഹോം വാട്ടർ. വീട്ടിലെ വെള്ളത്തിൻ്റെ സോഴ്സുകൾ എന്ന് പറയുന്നത് വെൽസ്. ഓപ്പൺ വെൽസ് ഡിഗ് ഡീപ്പ് ഇൻ ടു ദ ഗ്രൗണ്ട്. കിണറുകൾ. ബോർവെൽസ്. നാരോ പൈപ്സ് ദാറ്റ് പമ്പ് ഡീപ്പ് അണ്ടർഗ്രൗണ്ട് വാട്ടർ. പൈപ്പ്ഡ് വാട്ടർ സിസ്റ്റം. ഗവൺമെൻറ് ഓർ കമ്മ്യൂണിറ്റി ടാപ്സ്. നമുക്ക് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ടാപ്സിലൂടെ കിട്ടുന്ന വാട്ടർ. പോൺസ് ഓർ റിവേഴ്സ്. നാച്ചുറൽ ബോഡീസ് യൂസ്ഡ് ഫോർ വാഷിംഗ് ആൻഡ് ഫാമിംഗ്. നദികളും കുളങ്ങളും. റെയിൻ വാട്ടർ ടാങ്ക്സ് കളക്റ്റിംഗ് റെയിൻ ഫ്രം ദ റൂഫ്. മഴവെള്ള സംഭരണികളിൽ നിന്ന്. സുരംഗ ആൻഡ് കേണി. The method of building tunnels that are just enough for a person to walk through and to bring groundwater outside is called suranga. This method has been used for ages to collect water in Kasaragod district and some parts of Karnataka. എന്താണ് പറയുന്നത്? സുരംഗയും കേണിയും. ഒരാൾക്ക് നടന്നു പോകാൻ മാത്രം വലിപ്പമുള്ള തുരങ്കങ്ങൾ നിർമ്മിച്ച് അതിലൂടെ ഭൂഗർഭജലത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്ന സംവിധാനമാണ് സുരംഗ എന്നറിയപ്പെടുന്നത്. കാസർഗോഡ് ജില്ലയിലും കർണാടകത്തിൻ്റെ ചില ഭാഗങ്ങളിലുമാണ് സുരംഗകളുള്ളത്. The word keni means well. Keni is constructed by inserting hollowed wood of large trees into the earth. Keni is only deep enough for taking water with vessels directly. It is still used by many tribal groups in Kerala. കേണി എന്നാൽ കിണർ എന്നാണ് അർത്ഥം. വലിയ മരത്തടികൾ തുരന്ന് ഭൂമിയിലേക്ക് താഴ്ത്തിയാണ് കേണികൾ നിർമ്മിക്കുക. നേരിട്ട് പാത്രങ്ങൾ കൊണ്ട് വെള്ളം കോരിയെടുക്കാവുന്നത്ര ആഴമേ കേണികൾക്ക് ഉണ്ടാവൂ. കേരളത്തിലെ പല ആദിവാസി വിഭാഗങ്ങളും ഇപ്പോഴും കേണികൾ ഉപയോഗിക്കുന്നുണ്ട്. വാട്ടർ ഫോർ ലൈഫ്. Observe the picture. These creatures use water in the pond for different purposes. What are they? Complete the table. ചിത്രം നിരീക്ഷിക്കൂ. പുഴയിലെ ജലം എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ഈ ജീവികൾ ഉപയോഗിക്കുന്നത്? താഴെ തന്നിരിക്കുന്ന ഈ പട്ടിക പൂർത്തിയാക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രസൻറ്റ് യുവർ ഫൈൻഡിങ്സ്. വാട്ട് പർപ്പസസ് ഡു വി യൂസ് വാട്ടർ ഫോർ? അതുപോലെ തന്നെ കണ്ടെത്തലുകൾ അവതരിപ്പിക്കൂ. പിന്നെ നാം എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ജലം ഉപയോഗിക്കുന്നത്? ഇതിനും ഉത്തരം കണ്ടുപിടിക്കണം. ഫിഷ് ഫോർ ബ്രീത്തിങ് ആൻഡ് ലിവിങ്. ശ്വസിക്കാനും അതുപോലെ തന്നെ ജീവിക്കാനും വെള്ളം ഉപയോഗിക്കുന്നു. എലിഫൻറ്റ് ഫോർ ഡ്രിങ്കിങ്, കൂളിംഗ് ദ ബോഡി ആൻഡ് ബാത്തിങ്. കുടിക്കാനും അതുപോലെ തന്നെ ബോഡി കൂൾ ചെയ്യാനും കുളിക്കാനും ഉപയോഗിക്കുന്നു. മങ്കി ഫോർ ഡ്രിങ്കിങ്, കുടിക്കാൻ. ഡിയർ ഫോർ ഡ്രിങ്കിങ്, കുടിക്കാൻ. ക്രെയിൻ കൊക്ക് ഫോർ കാച്ചിങ് പ്രേ ആൻഡ് ഡ്രിങ്കിങ്. അതിൻ്റെ ഇരകളെ വെള്ളത്തിൽ നിന്ന് പിടിക്കുന്നു, അതുപോലെ തന്നെ കുടിക്കാനും ഉപയോഗിക്കുന്നു. ടൈഗർ ഫോർ ഡ്രിങ്കിങ്, കുടിക്കാനായിട്ട് ടൈഗർ വെള്ളം ഉപയോഗിക്കുന്നു. ഫ്രോഗ് ഫോർ ലിവിങ് ആൻഡ് ലേയിങ് എഗ്സ്. ജീവിക്കാനും അതുപോലെ തന്നെ മുട്ടയിടാനുമാണ് തവള വെള്ളം ഉപയോഗിക്കുന്നത്. ബഫല്ലോ ടു സിറ്റ് ഇൻ വാട്ടർ ആൻഡ് കൂൾ ഇറ്റ്സ് ബോഡി. ബഫല്ലോ
വെള്ളത്തിൽ ഇറങ്ങിക്കിടന്ന് അതിൻ്റെ ചൂട് മാറ്റുന്നു. അപ്പോൾ നമ്മുടെ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? എസെൻഷ്യൽ ഫോർ ലൈഫ്. വാട്ടർ ഈസ് നെസസറി ഫോർ ഓൾ ലിവിങ് തിങ്സ് ഇൻക്ലൂഡിങ് എനിമൽസ്, ബേർഡ്സ് ആൻഡ് ഇൻസെക്ട്സ്. എല്ലാ ജീവജാലങ്ങൾക്കും വെള്ളം ആവശ്യമാണ്. ഡിഫറെൻറ്റ് നീഡ്സ്. ഈച്ച് ക്രിയേച്ചർ യൂസസ് വാട്ടർ ഇൻ ഡിഫറെൻറ്റ് വേസ് ടു സർവൈവ്. പല പല ആവശ്യങ്ങൾക്കാണ് ഓരോ ക്രിയേച്ചറും വെള്ളം ഉപയോഗിക്കുന്നത്. ഹാബിറ്റാറ്റ് ആൻഡ് ഹാബിറ്റ്. Fish need water to live and breathe, while land animals need to drink and stay cool. അപ്പോൾ മീൻ ഉൾപ്പെടുന്ന ചില ജീവികൾക്ക് വെള്ളം എന്ന് പറയുന്നത് ഒരു ഹാബിറ്റാറ്റ്, അവർ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. എന്നാൽ മറ്റു ചില ജീവികൾക്ക് വെള്ളം കുടിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കുമാണ് വേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് പർപ്പസസ് ഡു വി യൂസ് വാട്ടർ ഫോർ? നമ്മൾ എന്തിനാണ് വെള്ളം ഉപയോഗിക്കുന്നത്? ഡ്രിങ്കിങ്, കുക്കിംഗ്, ബാത്തിങ്, വാഷിംഗ്, വാട്ടറിംഗ് പ്ലാന്റ്സ്, ഇതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. വാട്ട് വിൽ ഹാപ്പൻ ടു ഹ്യൂമൻ ബീങ്സ് ആൻഡ് അതർ ലിവിങ് തിങ്സ് ഇഫ് ദേ ഡു നോട്ട് ഗെറ്റ് ഇനഫ് വാട്ടർ? ഡിസ്കസ് ആൻഡ് റൈറ്റ്. ആവശ്യത്തിന് ജലം ലഭിക്കാതിരുന്നാൽ മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കും എന്തെല്ലാം സംഭവിക്കും? ചർച്ച ചെയ്ത് എഴുതൂ. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ലിവിങ് തിങ്സ് ഡു നോട്ട് ഗെറ്റ് ഇനഫ് വാട്ടർ? മതിയായ വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഡീഹൈഡ്രേഷൻ. Humans and animals will get very tired, sick and thirsty. മനുഷ്യർക്കും അതുപോലെ എനിമൽസിനും വെള്ളം കിട്ടാതായാൽ അവർ ക്ഷീണിച്ച് അസുഖം വന്ന് ദാഹിച്ച് വലയും. Plants will die. Crops, trees and grass will dry up and wither. പ്ലാന്റ്സ് എല്ലാം കരിഞ്ഞു പോകും വെള്ളം കിട്ടാതെയാകുമ്പോൾ. ഫുഡ് ഷോർട്ടേജ്. വിത്തൗട്ട് വാട്ടർ വി കനോട്ട് ഗ്രോ ഫുഡ് ഓർ ക്രോപ്സ്. വെള്ളമില്ലാതായാൽ നമുക്ക് കൃഷി ചെയ്യാൻ കഴിയില്ല. നോ ലൈഫ്. ലിവിങ് തിങ്സ് കനോട്ട് സർവൈവ് ഫോർ മെനി ഡേയ്സ് വിത്തൗട്ട് വാട്ടർ ആൻഡ് വിൽ ഇവഞ്ച്വലി ഡൈ. വെള്ളമില്ലാതായി കഴിഞ്ഞാൽ ജീവികൾക്ക് ഒരുപാട് ദിവസങ്ങൾ പിന്നെ ജീവിക്കാൻ കഴിയില്ല, അവ നശിച്ചു പോകും. പ്ലീസ് ഡോണ്ട് വേസ്റ്റ്. വാട്ടർ പൈപ്പ് ബേസ്റ്റ് ഇൻ ദ സിറ്റി. റോഡ് ഫിൽഡ് വിത്ത് വാട്ടർ. You have seen news headlines like this, haven't you? അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നഗരമധ്യത്തിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡ് മുഴുവൻ വെള്ളത്തിലായി എന്നെല്ലാം. റൈറ്റ് ഡൗൺ എ ഫ്യൂ സിറ്റുവേഷൻസ് ഇൻ വിച്ച് വാട്ടർ ഈസ് വേസ്റ്റഡ്. ഇത്തരത്തിലുള്ള വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ജലം പാഴാക്കുന്ന മറ്റു സന്ദർഭങ്ങൾ ഏതെല്ലാമെന്ന് എഴുതൂ. സിറ്റുവേഷൻസ് ഇൻ വിച്ച് വാട്ടർ ഈസ് വേസ്റ്റഡ്. ലീവിങ് ടാപ്സ് റണ്ണിങ് വൈൽ ബ്രഷിംഗ്. ബ്രഷ് ചെയ്യുമ്പോൾ ടാപ്പ് വെറുതെ തുറന്നിട്ട് വെള്ളം കളയുക. ലെറ്റിംഗ് ടാങ്ക്സ് ഓവർഫ്ലോ ഫ്രം റൂഫ് ടോപ്സ്. മുകളിലുള്ള വാട്ടർ ടാങ്ക് നിറഞ്ഞ് ഒഴുകുക. വാഷിംഗ് കാർസ് വിത്ത് റണ്ണിംഗ് ഹോസസ്. ടാപ്പ് തുറന്നിട്ട് കാറ് കഴുകുക. ഇഗ്നോറിംഗ് ലീക്കിംഗ് പൈപ്സ് ആൻഡ് ടാപ്സ്. കേടായ പൈപ്പുകളും ടാപ്പുകളും വഴി വെള്ളം പാഴായി പോകും. പ്ലേയിങ് വിത്ത് വാട്ടർ ഹോസസ് നീഡ്ലെസ്ലി. ആവശ്യമില്ലാതെ വെള്ളത്തിൽ കളിക്കുക. വാട്ട് ക്യാൻ വി ഡു ടു സ്റ്റോപ്പ് വേസ്റ്റിംഗ് വാട്ടർ? വെള്ളം പാഴാക്കുന്നത് എങ്ങനെ തടയാൻ കഴിയും? ഡോണ്ട് ലീവ് ടാപ്സ് ഓപ്പൺ കെയർലെസ്ലി. ടേൺ ഓഫ് ടാപ്സ് വൈൽ ബ്രഷിംഗ്. ഫിക്സ് ലീക്കിംഗ് പൈപ്സ് ഇമ്മീഡിയറ്റ്ലി. റീയൂസ് കിച്ചൺ വാട്ടർ ഫോർ പ്ലാന്റ്സ്. കളക്ട് റെയിൻ വാട്ടർ ഇൻ ബക്കറ്റ്സ്. ടേക്ക് ഷോർട്ടർ ഷവേഴ്സ് ഓർ ബക്കറ്റ്സ്. ടാപ്പുകൾ ശ്രദ്ധയില്ലാതെ തുറന്നിടരുത്. പല്ല് തേക്കുമ്പോഴും കൈ കഴുകുമ്പോഴും ആവശ്യമില്ലാതെ ടാപ്പ് തുറന്നു വയ്ക്കരുത്. ടാപ്പുകളിലെയും പൈപ്പുകളിലെയും ചോർച്ച ഉടൻ തന്നെ നന്നാക്കുക. അരിയും പച്ചക്കറികളും കഴുകിയ വെള്ളം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക. മഴവെള്ളം ബക്കറ്റുകളിൽ ശേഖരിക്കുക. കുളിക്കാൻ ഷവറിന് പകരം ബക്കറ്റും മഗ്ഗും ഉപയോഗിക്കുക. വാട്ടർ പ്യൂരിഫിക്കേഷൻ. ഹൗ ഡസ് ദ മഡി റെയിൻ വാട്ടർ ഗോ ക്ലീൻ വെൻ ഇറ്റ് റീച്ചസ് ദ വെൽ? ജലശുദ്ധീകരണം. മണ്ണിൽ വീണ് കലങ്ങിയ മഴവെള്ളം കിണറ്റിലേക്ക് എത്തുമ്പോൾ തെളിഞ്ഞു വരുന്നത് എങ്ങനെയാണ്? എ പാർട്ട് ഓഫ് ദ റെയിൻ വാട്ടർ സീപ്സ് ഇൻ ടു ദ സോയിൽ. ഇറ്റ് ഫിൽറ്റേഴ്സ് ഡൗൺ ത്രൂ ദ സോയിൽ. ദിസ് ബിക്കംസ് ഗ്രൗണ്ട് വാട്ടർ ആൻഡ് റീച്ചസ് ദ വെൽ ആൻഡ് അതർ വാട്ടർ സോഴ്സസ്. ദ വാട്ടർ ബിക്കംസ് ക്ലിയർ വെൻ ഇറ്റ് ഫിൽറ്റേഴ്സ് ഡൗൺ ത്രൂ ദ സോയിൽ. മഴവെള്ളത്തിൻ്റെ ഒരു ഭാഗം മണ്ണിലൂടെ താഴേക്ക് അരിച്ചിറങ്ങുന്നു. ഇത് ഉറവയായി കിണറ്റിലും മറ്റ് ജലസ്രോതസ്സുകളിലും എത്തിച്ചേരുന്നു. മണ്ണിലൂടെ അരിച്ചിറങ്ങുമ്പോഴാണ് വെള്ളം തെളിഞ്ഞു വരുന്നത്. ടേണിംഗ് മഡി വാട്ടർ ഇൻ ടു ക്ലിയർ വാട്ടർ. ടേക്ക് 3 coconut shells and make a hole each in them. Place cotton or cloth over the hole.
Fill gravel, sand and coconut shell charcoal in each of the shells. Arrange it over a glass as shown in the picture. Now pour muddy water into coconut shell at the top. കലക്ക വെള്ളത്തെ തെളിനീരാക്കാം. എങ്ങനെയാണ്? 3 ചിരട്ടകളെടുത്ത് ഓരോന്നിലും ദ്വാരമിടുക. ദ്വാരമിട്ട ഭാഗത്ത് പഞ്ഞിയോ തുണിയോ വയ്ക്കുക. ചരൽ, മണൽ, ചിരട്ടക്കരി എന്നിവ ഓരോ ചിരട്ടകളിലാക്കി നിറയ്ക്കുക. ഒരു ഗ്ലാസ്സിന് മുകളിൽ ചിത്രത്തിൽ കാണുന്നത് പോലെ ക്രമീകരിക്കുക. ഇനി മുകളിലെ ചിരട്ടയിൽ കലങ്ങിയ വെള്ളം ഒഴിച്ചു നോക്കൂ. What did you find out? Write in your environmental science diary. The same method is used to filter water in the rainwater tank. അപ്പോൾ എന്താണ് നിങ്ങൾ കണ്ടുപിടിച്ചത്? അത് നിങ്ങളുടെ ഡയറിയിൽ എഴുതണം. അതുപോലെ തന്നെ റെയിൻ വാട്ടർ ടാങ്ക്, മഴവെള്ള സംഭരണിയും ഇതുപോലെ ഫിൽറ്റർ ചെയ്യണം. Different types of water purifiers are used in institutions and homes. Seawater is purified and used as drinking water in some countries with severe pure water shortage. The water received in homes from public water supply system is collected from water sources and purified. സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ വീടുകളിലും കുടിവെള്ളം ശുദ്ധീകരിക്കുന്നതിനായിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ശുദ്ധജലക്ഷാമം രൂക്ഷമായ ചില രാജ്യങ്ങളിൽ കടൽവെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളമായി ഉപയോഗിക്കുന്നു. പൊതു ജലവിതരണ സംവിധാനങ്ങളിലൂടെ വീടുകളിൽ ലഭിക്കുന്ന വെള്ളം വിവിധ ജലസ്രോതസ്സുകളിൽ നിന്ന് ശേഖരിച്ച് ശുദ്ധീകരിച്ചതാണ്. The importance of soil. We live in burrows in the soil. I was in the soil and came out when I received water. I am always in the soil. അപ്പോൾ ആരൊക്കെയാണ്? ഒരു മുള്ളൻ പന്നിയും അതുപോലെ തന്നെ ഒരു പ്ലാന്റും ഒരു മണ്ണിരയുമാണ് പറയുന്നത് അല്ലേ? എന്താണ് പറയുന്നത്? മണ്ണിലെ മാളങ്ങളിലാണ് ഞങ്ങളുടെ താമസം എന്നാണ് മുള്ളൻ പന്നി പറയുന്നത്. എന്നാൽ പ്ലാന്റ് പറയുന്നത് മണ്ണിലായിരുന്ന ഞാൻ ജലം ലഭിച്ചപ്പോൾ പുറത്തു വന്നു. മണ്ണിര പറയുന്നത് ഞാൻ എന്നും മണ്ണിൽ തന്നെ എന്നൊക്കെയാണ്. What are the benefits that creatures and plants get from soil? How about us? മണ്ണ് കൊണ്ട് ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും എന്തെല്ലാം പ്രയോജനങ്ങളാണുള്ളത്? അതുപോലെ തന്നെ നമുക്കോ? Benefits for creatures. Shelter and homes. Animals like hedgehogs, rats and snails live in burrows dug into the soil. വീടും അതുപോലെ തന്നെ മാളങ്ങളും ഉണ്ടാക്കാൻ കഴിയുന്നു ക്രിയേച്ചേഴ്സിന്. ഹെഡ്ജ് ഹോഗ്, മുള്ളൻ പന്നി, അതുപോലെ തന്നെ റാറ്റ്, എലി, സ്നെയിൽസ്, ഒച്ച് ഇവയൊക്കെ ബറോസ്, മാളങ്ങൾ ഉണ്ടാക്കുന്നത് മണ്ണിലാണ്. പെർമനൻ്റ് ഹാബിറ്റാറ്റ്. എർത്ത് വോംസ് ആൻഡ് സ്മോൾ മൈക്രോബ്സ് ലിവ് ഇൻസൈഡ് ദ സോയിൽ ദെയർ എൻഡെയർ ലൈവ്സ്. എർത്ത് വോമിനും അതുപോലെ തന്നെ ചെറിയ മൈക്രോബ്സിനൊക്കെ ജീവിതകാലം മുഴുവൻ ഉള്ള ഒരു ഹാബിറ്റാറ്റാണ് സോയിൽ എന്ന് പറയുന്നത്. Benefits for plants. Germination. Seeds stay safe in the soil until they receive water to sprout. ചെടികൾക്ക് മുളയ്ക്കാനായിട്ട് മണ്ണിൽ നിൽക്കാനായിട്ട് കഴിയുന്നു. ഗ്രോത്ത് സപ്പോർട്ട്. സോയിൽ ഹോൾഡ്സ് ദ റൂട്ട്സ് firmly and provides essential water and nutrients for plants to grow. ചെടികൾക്ക് വളരാൻ ആവശ്യമുള്ള ന്യൂട്രിയൻസ് എല്ലാം വലിച്ചെടുക്കാനായിട്ട് മണ്ണ് സഹായിക്കുന്നു. വേരിനെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തി. ഇനി ഹ്യൂമൻസിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഫാമിംഗ്, മേക്കിംഗ് മോഡൽസ്, ബിൽഡിംഗ് മെറ്റീരിയൽസ്, മേക്കിംഗ് പോട്ടറി. മണ്ണുകൊണ്ട് നമുക്കുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത് കൃഷിക്ക്, അതുപോലെ തന്നെ നിർമ്മാണത്തിന്, മൺപാത്രങ്ങൾക്ക് രൂപങ്ങൾ ഉണ്ടാക്കാൻ ഒക്കെ നമ്മൾ മണ്ണ് ഉപയോഗിക്കുന്നുണ്ട്. Let us create models. Have you seen the models created from clay? Let us try to make such models. Organize an exhibition with the models that you created. കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ രൂപങ്ങൾ കണ്ടല്ലോ, നമുക്കും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. നിങ്ങൾ നിർമ്മിച്ച കളിമൺ രൂപങ്ങളുടെ ഒരു പ്രദർശനം സംഘടിപ്പിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. What are the features of the soil used to create shapes? Examine the color and the size of the grains. Are the soils seen around us the same? Let us examine. Collect soil from your school courtyard, underneath a tree, biodiversity garden and playground. Observe the soil and complete the table. രൂപങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ച മണ്ണിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? നിറം, തരികളുടെ വലിപ്പം എന്നിവ പരിശോധിക്കൂ.
നമ്മുടെ പരിസരത്ത് എല്ലായിടത്തുമുള്ള മണ്ണ് ഒരുപോലെയാണോ? നമുക്ക് പരിശോധിക്കാം. നിങ്ങളുടെ സ്കൂൾ മുറ്റം, അതുപോലെ തന്നെ മരച്ചുവട്, ജൈവ വൈവിധ്യ ഉദ്യാനം, കളിസ്ഥലം എന്നിവിടങ്ങളിൽ നിന്ന് മണ്ണ് ശേഖരിച്ച് നിരീക്ഷിച്ച് പട്ടിക പൂർത്തിയാക്കണം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫീച്ചേഴ്സ് ഓഫ് സോയിൽ യൂസ്ഡ് ടു ക്രിയേറ്റ് ഷേപ്സ്. ഷേപ്സ് ഉണ്ടാക്കുന്ന മണ്ണിൻ്റെ പ്രത്യേകത. ടൈപ്പ് ക്ലേയി സോയിൽ. ഗ്രെയിൻ സൈസ് വെരി സ്മോൾ ഫൈൻ ഗ്രെയിൻസ്. പ്രോപ്പർട്ടി ബിക്കംസ് സ്റ്റിക്കി വെൻ വെറ്റ്. യൂസബിലിറ്റി ഈസിലി മോൾഡഡ് ഇൻ ടു ഷേപ്സ്. രൂപങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മണ്ണിൻ്റെ സവിശേഷതകൾ. ഇനം കളിമണ്ണ് ഉപയോഗിക്കുന്നു. തരികൾ എന്ന് പറയുന്നത് വളരെ ചെറിയ തരികളാണ്. പ്രത്യേകത നനയുമ്പോൾ നന്നായി ഒട്ടിപ്പിടിക്കുന്നു. ഉപയോഗം എളുപ്പത്തിൽ രൂപങ്ങൾ ഉണ്ടാക്കാം. ഇനി ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. ദ പ്ലേസ് ഓഫ് കളക്ഷൻ സ്കൂൾ കോർട്ട് യാർഡ്. അവിടെ നിന്നും കളക്ട് ചെയ്ത സോയിലിൻ്റെ കളറ് റെഡ് അല്ലെങ്കിൽ ബ്രൗൺ. ഫീച്ചർ എന്ന് പറയുന്നത് ഡ്രൈ വിത്ത് സ്മോൾ ഗ്രെയിൻസ്, ഉണങ്ങിയ ചെറിയ തരികളുള്ള മണ്ണ്. ഇനി അണ്ടർനീത്ത് എ ട്രീ, ഒരു മരത്തിന് അടിയിൽ നിന്ന് ഡാർക്ക് ബ്രൗൺ ഓർ ബ്ലാക്ക്. മോയ്സ്റ്റ് വിത്ത് ഡീക്കേഡ് ലീവ്സ്, ഇലപ്പൊടികൾ കലർന്ന ഈർപ്പമുള്ള മണ്ണ്. നെക്സ്റ്റ് ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ, ബ്ലാക്ക് കളർ, ലൂസ് റിച്ച് ഇൻ ന്യൂട്രിയൻസ്. ഇനി ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ നിന്ന് കറുപ്പ് മണ്ണാണ്, പോഷകങ്ങൾ അടങ്ങിയ ഇളക്കമുള്ള മണ്ണ്. പ്ലേ ഗ്രൗണ്ട് ലൈറ്റ് ബ്രൗൺ സാൻഡി വിത്ത് ലാർജ് ഗ്രെയിൻസ്. ഇനി കളിസ്ഥലത്ത് നിന്ന് ഇളം തവിട്ട്, വലിയ തരികളുള്ള മണൽ മണ്ണ്. ഡു ഓൾ ദ സോയിൽ ദാറ്റ് യു കളക്റ്റഡ് ഹാവ് ദ സെയിം കളർ? ആർ ദർ ഡിഫറൻസസ് ഇൻ ദ സൈസ് ഓഫ് ഗ്രെയിൻസ്? റൈറ്റ് ദ ഫൈൻഡിങ്സ് ഇൻ യുവർ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. നിങ്ങൾ ശേഖരിച്ച മണ്ണിനങ്ങളെല്ലാം ഒരേ നിറത്തിലുള്ളതാണോ? തരികളുടെ വലിപ്പത്തിൽ വ്യത്യാസമുണ്ടോ? ഡു ഓൾ ദ സോയിൽ കളക്റ്റഡ് ഹാവ് ദ സെയിം കളർ? കളക്ട് ചെയ്ത എല്ലാ സോയിലും ഒരു കളറാണോ? നോ, സോയിൽ കളർ ചേഞ്ചസ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. ഓരോ സ്ഥലത്തെയും മണ്ണ് വ്യത്യസ്ത നിറമാണ്. ആർ ദർ ഡിഫറൻസസ് ഇൻ ദ സൈസ് ഓഫ് ഗ്രെയിൻസ്? അതിൻ്റെ സൈസിലും വ്യത്യാസമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, പ്ലേ ഗ്രൗണ്ട് സോയിൽ ഹാസ് ലാർജർ ഗ്രെയിൻസ്, കോർട്ട്യാർഡ് സോയിൽ ഹാസ് മച്ച് സ്മോളർ ഗ്രെയിൻസ്. പ്ലേ ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയ സോയിൽ വലിയ തരികളുള്ളതും അതുപോലെ തന്നെ കോർട്ട്യാർഡിലേത് ചെറിയ തരികളുള്ളതുമായിരുന്നു. ദ സ്റ്റോറി ഓഫ് ദ സോയിൽ. ഫ്രണ്ട്സ്, യു നോ മീ, ഐ ആം ദ സോയിൽ. ഐ ആം ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്. മൈ നാച്ചർ ഈസ് ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്. There are lakhs of microorganisms and many other compounds in me. I became like this through thousands of years of continuous biological and non-biological processes. മണ്ണിൻ്റെ കഥയാണ്. കൂട്ടുകാരെ, എന്നെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഞാനാണ് മണ്ണ്. ഞാൻ പലതരത്തിലും പല വിധത്തിലുമുണ്ട്. ഓരോ പ്രദേശത്തും എൻ്റെ സ്വഭാവം വ്യത്യാസപ്പെട്ടിരിക്കും. ലക്ഷക്കണക്കിന് സൂക്ഷ്മജീവികളും പല ജൈവഘടകങ്ങളും എന്നിലുണ്ട്. ആയിരക്കണക്കിന് വർഷത്തെ നിരന്തരമായ ജൈവ അജൈവ പ്രവർത്തനങ്ങളിലൂടെയാണ് ഞാൻ ഈ രൂപത്തിൽ രൂപപ്പെട്ടത്. യു ഹാവ് റീഡ് ദ ബിഗിന്നിംഗ് ഓഫ് ദ സ്റ്റോറി ഓഫ് ദ സോയിൽ. ഫൈൻഡ് ഔട്ട് മോർ ഇൻഫർമേഷൻ അബൌട്ട് ദ പ്രോസസ് ത്രൂ വിച്ച് ദ സോയിൽ ഈസ് ഫോംഡ്. ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. കംപ്ലീറ്റ് ദ സ്റ്റോറി ഓഫ് ദ സോയിൽ ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ യുവർ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. മണ്ണിൻ്റെ കഥയുടെ തുടക്കം വായിച്ചല്ലോ. മണ്ണുണ്ടാകുന്ന പ്രക്രിയയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തൂ. കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് മണ്ണിൻ്റെ കഥ പൂർത്തിയാക്കി എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. ദ സ്റ്റോറി ഓഫ് സോയിൽ. ഐ വാസ് വൺസ് എ ബിഗ് ഹാർഡ് റോക്ക്. പണ്ട് ഞാനൊരു പാറയായിരുന്നു. ദ ഹോട്ട് സൺ ആൻഡ് കോൾഡ് റെയിൻ ക്രാക്ക്ഡ് മീ. ചൂടുള്ള സൂര്യനും അതുപോലെ തന്നെ തണുത്ത മഴയും എന്നെ പിളർത്തി. സ്ട്രോങ് വിൻഡ്സ് ബ്രോക്ക് മീ ഇൻ ടു ടൈനി പീസസ്. കാറ്റെന്നെ ചെറിയ പീസുകളാക്കി. ഡെഡ് ലീവ്സ് ആൻഡ് റൂട്ട്സ് മിക്സഡ് വിത്ത് മൈ ഡസ്റ്റ്. ഉണങ്ങിയ ഇലകളും വേരുകളും ഞാനുമായി കൂടിക്കലർന്നു. ടൈനി എർത്ത് വോംസ് ച്യൂഡ് ആൻഡ് സ്റ്റിർഡ് മീ അപ്പ്. മണ്ണിര എന്നെ ഇളക്കി മറിച്ചു. നൗ ഐ ആം സോഫ്റ്റ് ഡാർക്ക് സോയിൽ. ഇപ്പോൾ ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കറുത്ത മണ്ണാണ്. പ്ലാന്റ്സ് ഗ്രോ ഹാപ്പി ആൻഡ് സ്ട്രോങ് ഇൻ മീ. ചെടികൾക്ക് വളരെ കരുത്തോടെ എന്നിൽ വളരാം. വിത്തിൻ ദ സോയിൽ. വിച്ച് ആർ ദ ക്രിയേച്ചേഴ്സ് ദാറ്റ് ലിവ് വിത്തിൻ ദ സോയിൽ? ട്രൈ ടു റൈറ്റ് ഇറ്റ്. ഒബ്സർവ് ദ സോയിൽ ഇൻ യുവർ സ്കൂൾ സറൗണ്ടിങ്സ് യൂസിങ് എ ഹാൻഡ് ലെൻസ്. വിച്ച് ക്രിയേച്ചേഴ്സ് were you able to find?
Where do they get the food, water, and the air that they need? Let us do some experiments to find this out. മണ്ണിനുള്ളിൽ എന്തെല്ലാം? മണ്ണിനുള്ളിൽ കഴിയുന്ന ജീവികൾ ഏതെല്ലാം? എഴുതി നോക്കൂ. ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് സ്കൂൾ പരിസരത്തെ മണ്ണ് നിരീക്ഷിക്കൂ. ഏതെല്ലാം ജീവികളെ കണ്ടെത്താൻ കഴിയുന്നു? ഇവയ്ക്ക് ആവശ്യമായ ഭക്ഷണം, ജലം, വായു എന്നിവ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ക്രിയേച്ചേഴ്സ് ലിവിങ് വിത്തിൻ ദ സോയിൽ. മണ്ണിൽ ജീവിക്കുന്ന ജീവികൾ. എർത്ത് വോംസ്, ആൻസ്, ടെർമൈറ്റ്സ്, ബീറ്റിൽസ് ആൻഡ് ഗ്രബ്സ്, സെൻറ്റിപേഡ്സ് ആൻഡ് മില്ലിപേഡ്സ്, മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ്. മൺപുഴുക്കൾ, ഉറുമ്പുകൾ, ചിതലുകൾ, ചെറിയ വണ്ടുകൾ, പഴുതാരകൾ ഇതൊക്കെയാണ്. Where do they get food, water and air? Food. They eat decaying leaves, dead plant roots, insects or organic waste present in the dirt. Water. They absorb moisture trapped in the tiny spaces between soil particles. Air. They breathe the oxygen trapped in the spaces between soil grains. ഭക്ഷണവും വെള്ളവും വായുവും എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഭക്ഷണം ചീഞ്ഞ ഇലകളും ജൈവാവശിഷ്ടങ്ങളും കഴിക്കുന്നു. അതുപോലെ തന്നെ വെള്ളം മൺതരികൾക്കിടയിലുള്ള ഈർപ്പം ഉപയോഗിക്കുന്നു. വായു മണ്ണിലെ ചെറിയ സുഷിരങ്ങളിലുള്ള വായു ശ്വസിക്കുന്നു. എയർ ഇൻ ദ സോയിൽ. ഈസ് ദെയർ എയർ ഇൻ ദ സോയിൽ? ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട്? ടേക്ക് സം ഡ്രൈഡ് ക്ലംസ് ഓഫ് സോയിൽ. ടേക്ക് സം വാട്ടർ ഇൻ എ ഗ്ലാസ് ആൻഡ് പുട്ട് ദ സോയിൽ ക്ലംസ് ഇൻ ഇറ്റ്. What is happening? Write the findings in your environmental science diary. Share the findings with your friends. മണ്ണിലെ വായു. മണ്ണിൽ വായു ഉണ്ടോ? എങ്ങനെ കണ്ടെത്താം? ഏതാനും ഉണങ്ങിയ മൺകട്ടകൾ എടുക്കുക. ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് അതിലേക്ക് മൺകട്ടകൾ ഇടുക. എന്താണ് സംഭവിക്കുന്നത്? കണ്ടെത്തലുകൾ കൂട്ടുകാരുമായി പങ്കുവയ്ക്കുകയും എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതുകയും ചെയ്യൂ. എക്സ്പെരിമെൻറ്റ്. എയർ ഇൻ ദ സോയിൽ. When you drop dried clumps of soil into a glass of water, you will observe bubbles rising to the surface. ഉണങ്ങിയ മൺകട്ട ഗ്ലാസ്സിൽ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ കുമിളകൾ ഉയർന്നു വരുന്നത് കാണാം. What is happening? Water enters the tiny empty spaces inside the soil clump. എന്തുകൊണ്ടാണ്? കാരണം വെള്ളം മൺകട്ടയിലെ ചെറിയ സുഷിരങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. The reason. This forces the trapped air out, which escapes through the water as visible bubbles. അതിൻ്റെ ഫലം അവിടെ ഉണ്ടാകുന്ന വായു കുമിളകളായി പുറത്തേക്ക് വരുന്നു. Conclusion. This proves that soil contains trapped air, which helps underground creatures breathe. മണ്ണിൽ വായു അടങ്ങിയിട്ടുണ്ടെന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. Water in the soil. Are there traces of water in the soil? How can we find out? Collect the soil from the biodiversity garden and place it inside a transparent bottle. Close the bottle and place it in sunlight. Examine it after 10 minutes. What changes did you find? What is seen on the sides of the bottle? How did it happen? Prepare an observation note. ഇനി കണ്ടുപിടിക്കേണ്ടത് മണ്ണിലെ ജലാംശമാണ്. മണ്ണിൽ ജലാംശമുണ്ടോ? എങ്ങനെ കണ്ടെത്താം? ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ മണ്ണ് ശേഖരിച്ച് ഒരു സുതാര്യമായ കുപ്പിയിലാക്കുക. കുപ്പി അടച്ച് വെയിലത്ത് വയ്ക്കുക. 10 മിനിറ്റ് കഴിഞ്ഞ് പരിശോധിക്കും. എന്തെല്ലാം മാറ്റങ്ങൾ കണ്ടെത്തി? കുപ്പിയുടെ വശങ്ങളിൽ എന്താണ് കാണുന്നത്? ഇത് എങ്ങനെ വന്നു? നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കും. വാട്ടർ ഇൻ ദ സോയിൽ. വാട്ട് ചേഞ്ചസ് ഡിഡ് യു ഫൈൻഡ് ഓൺ ദ സൈഡ്സ് ഓഫ് ദ ബോട്ടിൽ? സ്മോൾ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അപ്പിയർ ഓൺ ദ ഇന്നർ വാൾസ് ഓഫ് ദ ബോട്ടിൽ. കുപ്പിയുടെ ഉൾഭാഗത്ത് ചെറിയ വെള്ളത്തുള്ളികൾ കണ്ടു. ഹൗ ഡിഡ് ഇറ്റ് ഹാപ്പൻ? ദ സൺസ് ഹീറ്റ് ടേൺസ് ദ വാട്ടർ ഇൻ ദ സോയിൽ ഇൻ ടു വേപ്പർ. ദ വേപ്പർ ടച്ചസ് ദ കൂൾ ബോട്ടിൽ വാൾ ആൻഡ് ടേൺസ് ബാക്ക് ഇൻ ടു വാട്ടർ. ഇതെങ്ങനെ സംഭവിച്ചു? മണ്ണിലെ വെള്ളം ചൂടേറ്റ് ആവിയായി മാറി. ഈ ആവി തണുത്ത് വീണ്ടും വെള്ളത്തുള്ളികളായി. കൺക്ലൂഷൻ. ദിസ് പ്രൂവ്സ് ദാറ്റ് സോയിൽ കണ്ടെയ്ൻസ് വാട്ടർ. മണ്ണിൽ ജലാംശമുണ്ടെന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. ബയോമാസ് ഇൻ ദ സോയിൽ. ഫിൽ ഹാഫ് ഓഫ് എ ഗ്ലാസ് വിത്ത് ദ സോയിൽ ഫ്രം ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ. Pour water into this and mix well. What can you see? Prepare an experiment note.
മണ്ണിലെ ജൈവാംശം. ഒരു ഗ്ലാസ്സിൽ ജൈവവൈവിധ്യ ഉദ്യാനത്തിൽ നിന്ന് ശേഖരിച്ച മണ്ണ് പകുതി നിറയ്ക്കുക. ഇതിലേക്ക് ജലം ഒഴിച്ച് നന്നായി ഇളക്കുക. എന്താണ് കാണാൻ കഴിയുന്നത്? നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കൂ. ബയോമാസ് ഇൻ ദ സോയിൽ. വാട്ട് ക്യാൻ യു സീ ആഫ്റ്റർ മിക്സിംഗ് സോയിൽ ഇൻ വാട്ടർ? Dried leaves, twigs and insect remains float on top of the water. Heavy dirt and stones sink to the bottom. എന്താണ് കാണാൻ കഴിഞ്ഞത്? ഇലകളും കമ്പുകളും വെള്ളത്തിന് മുകളിൽ പൊന്തിക്കിടക്കുന്നു. കല്ലും മണ്ണും അടിയിൽ അടിയുന്നു. കൺക്ലൂഷൻ. സോയിൽ കണ്ടെയ്ൻസ് ബയോമാസ് വിച്ച് ഹെൽപ്സ് പ്ലാന്റ്സ് ഗ്രോ. മണ്ണിൽ ജൈവാംശം, ചെടികളുടെയും ജീവികളുടെയും അവശിഷ്ടങ്ങൾ അടങ്ങിയിട്ടുണ്ട്. Biomass includes dried leaves, parts of stem, remains of creatures, etc. Plants grow abundantly in soil rich with more biomass. Soil with biomass is the food of earthworms. Where is the soil with more biomass in your home surroundings? Find out. ഉണങ്ങിയ ഇലകളും കമ്പുകഷ്ണങ്ങളും ജീവികളുടെ അവശിഷ്ടങ്ങളും അടങ്ങിയതാണ് ജൈവാംശം. ജൈവാംശം കൂടുതലുള്ള മണ്ണിലാണ് ചെടികൾ നന്നായി വളരുന്നത്. ജൈവാംശമുള്ള മണ്ണാണ് മണ്ണിരയുടെ ആഹാരം. നിങ്ങളുടെ വീട്ടുപരിസരത്ത് എവിടെയാണ് കൂടുതൽ ജൈവാംശമുള്ള മണ്ണുള്ളത്? കണ്ടെത്തൂ. വേർ ഈസ് സോയിൽ വിത്ത് മോർ ബയോമാസ് ഇൻ യുവർ യാർഡ്? അണ്ടർ ലാർജ് ട്രീസ് വേർ ലീവ്സ് ഫോൾ ആൻഡ് ഡീക്കെ. വലിയ മരങ്ങളുടെ ചുവട്ടിൽ. ഇൻ കിച്ചൺ ഗാർഡൻസ് ഓർ കമ്പോസ്റ്റ് പിറ്റ്സ് വേർ ഓർഗാനിക് വേസ്റ്റ് ബ്രേക്ക് ഡൗൺ. അടുക്കളത്തോട്ടത്തിൽ അല്ലെങ്കിൽ കമ്പോസ്റ്റ് കുഴിയിൽ. There are lakhs of creatures within and outside the soil. Plants grow by absorbing water and minerals from the soil. Creatures including human beings depend on the soil for many purposes. We can survive only by protecting the soil from pollution and preserving it from loss of fertility. മണ്ണിനകത്തും പുറത്തുമായി വലുതും ചെറുതുമായ ലക്ഷക്കണക്കിന് ജീവികളുണ്ട്. സസ്യങ്ങൾ മണ്ണിൽ നിന്ന് ജലവും പോഷകങ്ങളും വലിച്ചെടുത്ത് വളരുന്നു. മനുഷ്യനുൾപ്പെടെയുള്ള ജീവികൾ വിവിധ ആവശ്യങ്ങൾക്കായി മണ്ണിനെ ആശ്രയിക്കുന്നു. മണ്ണ് മലിനമാകാതെയും ഫലപുഷ്ടി നഷ്ടപ്പെടാതെയും സംരക്ഷിച്ചാലേ നമുക്ക് നിലനിൽക്കാനാവൂ. കംപ്ലീറ്റ് ദ കൺസെപ്റ്റ് മാപ്പ്. വാട്ടർ ആൻഡ് സോയിലാണ്. അപ്പോൾ 4 ബോക്സ് തന്നിട്ടുണ്ട്. കമ്പോണൻസ് ഇൻ ദ സോയിൽ, യൂസസ് ഓഫ് വാട്ടർ, ക്രിയേച്ചേഴ്സ് ഇൻ ദ സോയിൽ, വാട്ടർ സോഴ്സസ്. അപ്പോൾ ആദ്യത്തേത് കമ്പോണൻസ് ഇൻ ദ സോയിൽ എന്തൊക്കെയാണ്? റോക്ക്, പാർട്ടിക്കിൾസ്, ഓർഗാനിക് മാറ്റർ, എയർ, വാട്ടർ. മണ്ണിലെന്തെല്ലാം? പാറപ്പൊടിയുണ്ട്, ജൈവാവശിഷ്ടങ്ങൾ, വായു, ജലം. യൂസസ് ഓഫ് വാട്ടർ: ഡ്രിങ്കിങ്, കുക്കിംഗ്, അഗ്രികൾച്ചർ, ക്ലീനിങ്. ജലത്തിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് കുടിക്കാൻ, പാചകം ചെയ്യാൻ, കൃഷിക്ക്, വൃത്തിയാക്കാൻ. ക്രിയേച്ചേഴ്സ് ഇൻ ദ സോയിൽ: എർത്ത്വാം, ആൻറ്റ്, ടെർമൈറ്റ്, റേറ്റ്. മണ്ണിലെ ജീവികൾ എന്ന് പറയുന്നത് മണ്ണിര, ഉറുമ്പ്, ചിതൽ, എലി. വാട്ടർ സോഴ്സസ്: റെയിൻ, വെൽ, റിവർ, പോണ്ട്. ജലസ്രോതസ്സുകൾ: മഴ, കിണർ, പുഴ, കുളം. കുട്ടൻ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് റീച്ച്ഡ് ദ റിവർ സൈഡ് ടു പ്ലേ. They threw the sweet wrappers into the water. A fish from the river told them. കുട്ടനും കൂട്ടുകാരും കളിക്കാനായി നദീതീരത്തെത്തി. അവർ കഴിച്ച മിഠായിയുടെ കവറുകൾ വെള്ളത്തിലേക്ക് എറിഞ്ഞു. അപ്പോൾ നദിയിലെ മീൻ അവരോട് പറഞ്ഞു, The river is important to us just as your home to you. നിങ്ങൾക്ക് വീട് പോലെയാണ് ഞങ്ങൾക്ക് ഈ നദി. Do you agree with this opinion? Why? What should we do to protect the water sources? ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാൻ നാം എന്തെല്ലാം ചെയ്യണം? ഡു യു എഗ്രി? വൈ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ യെസ്, ഐ എഗ്രി. റിവേഴ്സ് ആർ ഹോംസ് ഫോർ ഫിഷ്. ട്രാഷ് ഹാംസ് ദെയർ ലിവിങ് സ്പേസ്. ഫിഷ് നീഡ് ക്ലീൻ വാട്ടർ. പൊല്യൂഷൻ കിൽസ് അക്വാട്ടിക് ലൈഫ്. എന്തുകൊണ്ടാണ് നിങ്ങൾ യോജിക്കുന്നു എന്ന് പറഞ്ഞത്? പുഴകൾ മത്സ്യങ്ങളുടെ വീടാണ്. മാലിന്യം അവയ്ക്ക് ദോഷം ചെയ്യും. മീനുകൾക്ക് ശുദ്ധജലം വേണം. മലിനീകരണം ജലജീവികളെ കൊല്ലുന്നു. ഹൗ ടു പ്രൊട്ടക്റ്റ് വാട്ടർ? ഡു നോട്ട് ലിറ്റർ ഇൻ വാട്ടർ. നെവർ ഡംപ് കെമിക്കൽസ് ഇൻ ടു റിവേഴ്സ്. പ്ലാന്റ് ട്രീസ് എലോങ് റിവർ ബാങ്ക്സ്. യൂസ് ഫ്യൂവർ ഫാമിംഗ് കെമിക്കൽസ്. ക്ലീൻ ലോക്കൽ പോണ്ട്സ് റെഗുലർലി. ജലം എങ്ങനെയൊക്കെ സംരക്ഷിക്കാം? വെള്ളത്തിൽ മാലിന്യം തള്ളരുത്. രാസവസ്തുക്കൾ പുഴയിൽ ഒഴുക്കരുത്.
പുഴയോരങ്ങളിൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക, കൃഷിയിൽ രാസവളങ്ങൾ കുറയ്ക്കുക, കുളങ്ങളും കിണറുകളും വൃത്തിയാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കളക്ട് സം സ്റ്റോൺസ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് ആൻഡ് ക്രഷ് ദം വെൽ. Draw pictures of flowers and other things on a chart paper and stick the powdered soil in the pictures using gum. ആദ്യത്തെ ചോദ്യം, വിവിധ നിറങ്ങളിലുള്ള കല്ലുകൾ ശേഖരിച്ച് നന്നായി പൊടിച്ചെടുക്കുക. ചാർട്ട് പേപ്പറിൽ പൂക്കളുടെയും മറ്റും ചിത്രങ്ങൾ വരച്ച് പൊടിച്ചെടുത്ത മണ്ണ് പശ ഉപയോഗിച്ച് ചിത്രങ്ങളിൽ പതിപ്പിക്കുക. Organize an exhibition in your school using different types of soil collected. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിവിധ ഇനം മണ്ണുകൾ ശേഖരിച്ച് സ്കൂളിൽ പ്രദർശനം സംഘടിപ്പിക്കുക. Okay dears, complete your textbook activities and study well. See you in next class. Thank you.